നമുക്കറിയാം വന്ദേ ഭാരത് എക്സ്പ്രസ് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ആദ്യം തന്നെ ഇതിന്റെ ട്രെയിനിന്റെ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചി എന്നല്ല എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതിന് ഏറ്റവും കൂടുതൽ ജനപിന്തുണ നേടിയേക്കുന്ന ഒരു റൂട്ടാണ്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന അത് ആ ഒരു റൂട്ട് തന്നെ അവർ ക്യാൻസൽ ചെയ്യാൻ അറിഞ്ഞിരുന്നു വിദ്യാർത്ഥി. ആക്ച്വലി ഇത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ബാംഗ്ലൂർ റൂട്ടിന് ഏകദേശം 105% ഇതിന്റെ ബുക്കിംഗ് വരുന്നത്. ബാംഗ്ലൂർ ടു എറണാകുളം 88%. എന്നാൽ ബാംഗ്ലൂർ ടു ഗോവ ഏകദേശം തിരിച്ചു വരുന്നില്ല. അല്ല, ബാംഗ്ലൂർ ടു ഗോവ ഏകദേശം 31% മാത്രമേ കഴിഞ്ഞ 8 മാസത്തെ കണക്കാണ് ഈ പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു റൂട്ടാണ് എറണാകുളം ബാംഗ്ലൂർ സെക്ടർ. പക്ഷെ ഇപ്പോ ഇത് നിർത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി ഓണക്കാലം കൂടെ വരികയാണ്. ഒരുപാട് യാത്രാ പ്രതിസന്ധി ആയിരിക്കും നമ്മുടെ മലയാളികൾ നേരിടാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം ഇത്ര നല്ലൊരു ഫെസിലിറ്റി ആയിട്ടുള്ള ഒരു ട്രെയിൻ കൊണ്ടുവരുമ്പോൾ യൂസ് ചെയ്യാൻ ആളുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ എന്തുകൊണ്ട് ബാക്കി ഇത് നിർത്താൻ വന്നു? അത് മാത്രമല്ല, ഇനി നാഗർകോവിലാണെങ്കിലും മധുരയാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും വേറെ കുറെ അഡീഷണൽ വന്ദേ ഭാരത് അലോക്കേറ്റും ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കേരളത്തിനോട് മാത്രം ഒരു എന്തുകൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം. അല്ല, ഇത് കാരണമൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ എന്തുകൊണ്ടാണ് ഈ ഒരു റൂട്ട് ആക്ച്വലി അവർ പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ഇതിന്റെ ഡിപ്പാച്ചിങ് ടൈമിൽ വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അത് പറയുന്നത് 5:30 പുറപ്പെടേണ്ടത് 6:30 പുറപ്പെടുന്നു. ഈ ഒരു സമയമാണ് ഇതിന്റെ ഒരു കാരണം, ഒരു ചെറിയൊരു കാരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറെ അധികം ട്രെയിനുകൾ ഇതിന്റെ മെയിന്റനൻസിന്റെ ഭാഗമായിട്ട് യാർഡിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ പാരലലി വേറെ കൊച്ചുവേലി എക്സ്പ്രസ് ഒക്കെ തന്നെ ആണെങ്കിലും വില അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ റെയിൽവേ അലോക്കേറ്റ്. പക്ഷെ അതൊന്നും അല്ല വന്ദേ ഭാരത് പോലെ. അതായത് ഇപ്പോ അർബനൈസ്ഡ് നമ്മൾ പറയുന്നത് പോലെ ഈ കൺവെൻഷണൽ സെറ്റപ്പിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ഇപ്പോ കൺവീനിയൻസിന്റെ പുറത്ത് വരുന്ന ഒരു റെയിൽവേ ലൈനായിട്ട് നമുക്ക് വന്ദേ ഭാരതിനെ കൺസിഡർ ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് വന്ദേ ഭാരത് വന്ന സമയത്ത് ഇത്രയും വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറിയതും ഇത്രയധികം എക്സ്പ്ലോറേഷൻസ് വന്ദേ ഭാരതിൽ നടന്നതും. ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് പോലും വന്ദേ ഭാരത് യാത്ര ഫീച്ചർ ചെയ്തുകൊണ്ട് അവർ പ്രീമിയം ഫെസിലിറ്റീസ് ആണ് അല്ലെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ എമിറേറ്റ്സിന്റെ ഒരു പ്രീമിയം എക്കോണമി കാറ്റഗറി ഉണ്ടല്ലോ, അതായത് അഫോർഡബിൾ ആണ് പക്ഷെ എന്നാലും ലക്ഷറിയസ് ആണ്, കംഫർട്ടബിൾ ആണ്. ആ ഒരു റേഞ്ച് ആണ് വന്ദേ ഭാരത്. അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം പോലെ ടൂറിസ്റ്റ് ഹബ് ആയിട്ടുള്ള ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രീമിയം ക്ലാസ് അല്ലെങ്കിൽ ഈ ലക്ഷറി ക്ലാസ് ആയിട്ടുള്ള ട്രെയിനുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പ്ലോറേഷന്റെ സാധ്യതകൾ വർദ്ധിക്കും. അപ്പൊ അങ്ങനെ അത് ഒരു യാത്രാ മാർഗം എന്നുള്ളതിനേക്കാൾ ഉപരി സമൂലമായിട്ട് കേരളത്തെ അല്ലെങ്കിൽ കേരളത്തിന് വലിയ രീതിയിൽ ഡിപ്പെൻഡന്റ് ആവാൻ പോകുന്ന ഒരു സംഭവമായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രാജ്യസഭയിൽ ഉൾപ്പെടെ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള എംപിമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അവിടെ അറിയിച്ചു തുടങ്ങി ഇതിന് വേണ്ടിയിട്ട്. കാരണം പകരം പറയുന്നത് ചെന്നൈ നാഗർകോവിൽ വന്ദേ ഭാരത് വരുന്നത് നമ്മുടെ ഇപ്പൊ ഈ ഓണക്കാലത്താണല്ലോ വരാൻ വേണ്ടി കേരളത്തിന് അനുകൂലമാവും അല്ലെങ്കിൽ അത് കേരളത്തിന് ഗുണകരമാവുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇല്ല, ഇൻഫാക്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് യാത്രയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്പ്രസ് അല്ല. നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ഈസിലി ആക്സസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസിലി കവറേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വേണ്ടത്. അപ്പോ അത് ഒറ്റ ഡയമെൻഷൻ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ഒരു വന്ദേ ഭാരത് പിൻവലിച്ചു. ജൂലൈ 25 തൊട്ടായിരുന്നു എറണാകുളം അത് ബാംഗ്ലൂർ വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്തത്. അതിന് തന്നെ ഏറ്റവും അത് 188%. പക്ഷെ കഴിഞ്ഞ 8 മാസമായിട്ട് പോകുന്ന ബാംഗ്ലൂർ ഗോവയ്ക്ക് വെറും 31% മാത്രമേ ബുക്കിംഗ് ഉള്ളൂ എന്ന് പറയുമ്പോൾ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങൾ എന്താകും, ഇനി വന്ദേ ഭാരത് കേരളത്തിന് കൂടുതൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങൾ.